രണ്ടാം ദിവസം രാവിലെ തന്നെ ഹോട്ടലിൻ്റെ മുകളിൽ കയറി ഒന്ന് ചുറ്റുപാടുമൊക്കെ നോക്കി. അത് രാവിലെ ആയതുകൊണ്ട് ചെറിയ തണുപ്പൊക്കെ ഉണ്ട്. ഇന്നലെ രാത്രി നല്ല വയലറ്റ് കളറിൽ ലൈറ്റിൽ കുളിച്ച് നിന്ന കമ്മ്യൂണിക്കേഷൻ ടവറാണ് അകലെ കാണുന്നത്. അതിൻ്റെ താഴെയായിട്ട് നമുക്ക് മെട്രിക്ക പള്ളി കാണാം. ഈ ടവറിൻ്റെ അങ്ങോട്ട് കയറി പോകാനായിട്ടൊരു ഫുണിക്കുലാർ റെയിൽവേയും മറ്റുമുണ്ട്. ഈ ടെറസിൻ്റെ മുകളിലെല്ലാം പ്ലാസ്റ്റിക് കൊണ്ട് ഇങ്ങനെ ബബിള് പോലെ ഒരു ഷെയ്ഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ല മഴയുള്ള സമയത്ത് ഒക്കെ നമുക്ക് ആ ബബിളിലിരുന്ന് കഴിഞ്ഞാൽ നനയാണ്ടിരുന്ന് ചായയോ കാപ്പിയോ ഒക്കെ ആസ്വദിക്കാം. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ റൂഫ് ടോപ്പിൽ ചെയ്യാവുന്ന ഒരു ഐഡിയ ആണ്. അതിലായിട്ട് മദർ ഓഫ് ജോർജിയയുടെ പ്രതിമ കാണാം. ചില മനോഹരമായ കെട്ടിടങ്ങളുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ബബിള്. ഇത് നല്ലൊരു ഐഡിയ ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു കൊണ്ടുവരാവുന്ന ഒരു ഐഡിയ ആണത്. ഹോട്ടലിന് മുകളിൽ നിന്ന് ഇറങ്ങി താഴെ നമ്മൾ താമസിക്കുന്ന മഗ്നോളിയ എന്ന് പറയുന്ന ഹോട്ടലിന് മുമ്പിലോട്ട് വന്നു. ഹോട്ടലൊരു പഴയ മോഡലിലുള്ള ഹോട്ടലാണ്. ഉള്ളിലൊക്കെ നല്ല സൗകര്യങ്ങളാണ്, അത്യാവശ്യം കുഴപ്പമില്ല. സ്റ്റാർ ഹോട്ടലാണെന്നൊക്കെയാണ് പറയുന്നത്. അതൊന്നുമില്ല. കാലത്ത് അതിനടുത്തൊരു ചെറിയ ഫ്രൂട്ട്സ് കടയൊക്കെ തുറന്ന് വെച്ചിരിപ്പുണ്ട്. വഴികൾ തീർത്തും വിജനമാണ്. ആരും തന്നെ വഴിയിലില്ല. ഒരു റഷ്യൻ വംശജയായ വല്യമ്മ ഇരിപ്പുണ്ട്. വല്യമ്മയോട് ട്രാൻസ്ലേറ്ററൊക്കെ വെച്ച് നമുക്കറിയാവുന്ന മുറി റഷ്യനിലും ഇംഗ്ലീഷിലൊക്കെ ആയിട്ട് ചെറിയ കുശലാന്വേഷണമൊക്കെ നടത്തി. വല്യമ്മയ്ക്ക് ഇന്ത്യക്കാരെ കണ്ടപ്പോൾ സന്തോഷം. വല്യമ്മയോട് കഥയൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് പതുക്കെ മുന്നോട്ട് നടന്നു. മുമ്പിലൊരു ചെറിയ ജോർജിയൻ പള്ളി കാണുന്നുണ്ട്. ജസ്റ്റ് അവിടം വരെ വെറുതെ നടന്നു നോക്കാൻ നേരത്തെ നടന്നാണ്. പ്രത്യേകിച്ചൊന്നുമില്ല. പഴയ ടിബിലിസിയുടെ ഭാഗങ്ങൾ തന്നെയാണുള്ളൂ. തിരിച്ച് ഞങ്ങൾ ഈ കയറ്റം കയറി ഹോട്ടലിലേക്ക് ചെന്നു. ഹോട്ടലിൽ ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. അത്യാവശ്യം തിരക്കില്ലാത്ത ബ്രേക്ക്ഫാസ്റ്റൊക്കെയാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ ഉടനെ തന്നെ ഗ്രൂപ്പ് എല്ലാവരും കൂടി ചേർന്ന് വണ്ടിയിൽ അടുത്ത സ്ഥലങ്ങൾ കാണുന്നതിനായിട്ട് യാത്ര തിരിച്ചു. ജോർജിയയിലെ പല ഹോട്ടലുകളും പൗരാണിക ലുക്കിലുള്ള അല്ലെങ്കിൽ പഴയ സോവിയറ്റ് കാലത്തെ നിർമ്മിതികളും പാർലമെൻറ്റ് ബിൽഡിങ്ങും എല്ലാം പിന്നിട്ട് നമ്മുടെ വണ്ടി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ജോർജിയയിലെ ബിൽഡിങ്ങിൽ ഏകദേശം ഒരു സോവിയറ്റ് മെത്തേഡിലാണ് പണിതിരിക്കുന്നത്. എല്ലാം മുട്ടിയുള്ള ബിൽഡിങ്ങുകളാണ്. ബിൽഡിങ്ങുകൾ തമ്മിൽ വലിയ ഗ്യാപ്പൊന്നുമില്ല. വഴിയിലെ റൗണ്ടുകളിലൊക്കെ പല രസകരമായ നിർമ്മിതികളുമുണ്ട്. ചില പ്രതിമകളും ഫൗണ്ടനുകളൊക്കെ ഉണ്ട്. ടിബിലിസിയുടെ പുതിയ ഭാഗത്തേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ ഹൈ റൈസ് ബിൽഡിങ്ങുകളും മോഡേൺ ബിൽഡിങ്ങുകളൊക്കെ കണ്ടു തുടങ്ങി. ടിബിലിസി യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റിയുടെ ബിൽഡിങ്ങാണ്. വളരെ മോഡേൺ ആയിട്ടുള്ള ബിൽഡിങ്ങാണ്.
ചില ബിൽഡിങ്ങുകളൊക്കെ വളരെ വിചിത്രാകൃതിയിലും രസകരമായ സ്റ്റൈലിലൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മളുടെ കൂടെയുള്ള ഒരു വാൻ ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ ഗൈഡ് പറഞ്ഞ് നമുക്ക് അവരെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു സൂപ്പർ മാർക്കറ്റിന് മുമ്പിൽ നമ്മളൊന്ന് നിർത്തി എല്ലാവരും ഒന്ന് ഫ്രഷ് ആവാനായിട്ട് ഇറങ്ങി. ഏതായാലും ഇറങ്ങിയ സ്ഥിതിക്ക് സൂപ്പർ മാർക്കറ്റിലേക്ക് കയറി കളയാം എന്ന് വിചാരിച്ചാണ് എല്ലാവരും കൂടി സൂപ്പർ മാർക്കറ്റിലേക്ക് കാണുന്നത്. ജോർജിയൻ സൂപ്പർ മാർക്കറ്റ് എങ്ങനെ ഉണ്ടെന്നൊന്ന് കാണാമെന്നുള്ളൊരു കൗതുകം കൂടിയുണ്ട്. ചെന്ന് നിന്നത് മദ്യക്കുപ്പികളുടെ വലിയ ശേഖരമുള്ള കൗണ്ടറിലേക്കാണ്. അത് കണ്ട് നമ്മുടെ കൂടെയുള്ള സഹയാത്രികരൊക്കെ വളരെ ഉത്സാഹത്തിലായി. നേരം കാലത്ത് 8 മണിയാണ്. എന്നാലും ആറാക്ക് കാണുമ്പോഴൊരു പ്രത്യേക ഉത്സാഹം എല്ലാവരിലും ഉണ്ട്. വൈനുകളൊക്കെ കൺഫ്യൂഷൻ ആക്കുന്ന തരത്തിലുള്ളതാണ്. അവരെ വിട്ടിട്ട് ഞാൻ ഈ സൂപ്പർ മാർക്കറ്റിൻ്റെ മുകളിലേക്ക് പോയി. അവിടെ ഒരു ആൻറ്റീക്ക് സ്റ്റോറുണ്ട്. പഴയ കരകൗശല വസ്തുക്കളെല്ലാം ഡിസ്പ്ലേ ചെയ്ത് വിൽക്കാൻ വെച്ചിരിക്കുന്ന സ്റ്റോറാണ്. സത്യത്തിൽ വലിയ അടക്കം ചിട്ടിയൊന്നുമില്ല, വലിച്ചു വാരിയിട്ടിരിക്കുന്ന പോലെയാണ് സ്റ്റോർ കിടക്കുന്നത്. പക്ഷേ അധികം സെറാമിക്കിലും തടിയിലുമുള്ള പണികൾ, പഴയ ക്ലോക്കുകൾ, ലാമ്പ് ഷെയ്ഡുകൾ, അങ്ങനെ ധാരാളം വസ്തുക്കൾ അവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ചില ചായപാത്രങ്ങൾ, ചെറിയ ക്യൂരിയോസ്, എല്ലാം തന്നെ പഴക്കമുള്ള വസ്തുക്കളാണ്. ചില വലിയ ക്ലോക്കുകൾ, അതേപോലെ തന്നെ സെറാമിക്കിൻ്റെ ചെറിയ ചെറിയ പാത്രങ്ങൾ, സ്പൂണുകളുടെ റഷ്യയിൽ തന്നെ അല്ലെങ്കിൽ USSR തന്നെ പല പ്രവിശ്യയിൽ നിന്നുള്ള സ്പൂണുകളുടെ കളക്ഷൻ, പിന്നെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള പാവകളുടെ ഒരു കളക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ കണ്ട് നേരം പോയി. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് നമ്മളുടെ കൂടെയുള്ള വണ്ടി വന്നു എന്നുള്ള അറിയിപ്പ് കിട്ടി. വീണ്ടും ആ വണ്ടിയിൽ കയറി ഞങ്ങൾ യാത്ര തുടർന്നു. ഇനി ടിബിലിസിയിൽ നിന്ന് ഏകദേശം 60 കിലോമീറ്ററോളം അകലെയുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. ജോർജിയയുടെ ഗ്രാമങ്ങളും മലനിരകളും ഒക്കെ പതുക്കെ കടന്ന് നമ്മൾ ഷിൻവാലി റിസർവോയറിൻ്റെ അടുത്തേക്ക് എത്തുകയാണ്. ജോർജിയയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ശുദ്ധജല റിസർവോയറാണ് ഈ ഷിൻവാലി റിസർവോയർ. പക്ഷേ റിസർവോയർ ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയായതുകൊണ്ട് അതിന് ചുറ്റും ധാരാളം കച്ചവടക്കാരുണ്ട്. കച്ചവടക്കാരിൽ അധികം പേരും ജാക്കറ്റും കമ്പിളിപ്പുതപ്പും അതേപോലെ തന്നെ തൊപ്പികളും ബൂട്ടുകളും ഒക്കെ വിൽക്കുന്നവരാണ്. കുറച്ചുകൂടി മുകളിലുള്ള ഐസ് മലകളിലേക്ക് പോകുന്നവർക്ക് വേണ്ട അവിടെ വളരെ തണുപ്പായിരിക്കുമെന്ന് പറഞ്ഞ് ആണ് ഇവർ ഇവിടെ കച്ചവടം നടത്തുന്നത്. ഈ റിസർവോയർ 1985 പണിതീർന്നതാണ്. 11.5 സ്ക്വയർ കിലോമീറ്റർ പരന്ന് കിടക്കുന്ന വലിയ റിസർവോയറാണ് ഈ കാണുന്നത്, ഷിൻവാലി റിസർവോയർ. ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു ഷിൻവാലി ഹൈഡ്രോ പവർ സ്റ്റേഷൻ ഉണ്ട്. 135 മെഗാവാട്ട് പവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പവർ സ്റ്റേഷൻ. ഇപ്പോൾ ഇവിടെയുള്ള കച്ചവടക്കാർ ഇത് കൂടാണ്ട് ക്യൂരിയോസ് വിൽക്കുന്ന കച്ചവടക്കാരുണ്ട്. ചില ഫോട്ടോ പോയിന്റുകളിലെല്ലാം ഉണ്ട്. $5 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുക്കാം. പല ഫുഡ് ഐറ്റംസും വിൽക്കുന്ന കടകളുണ്ട്.
സുവനീറിൻ്റെ കടകൾ കുറേ ഉണ്ട് ഇവിടെ. Okay, my friend, this is look. This is mechanism handmade. This okay, look. This is music, yes. For lady, very good. मैं 2 minutes. All the ornaments, yeah. Ich gucke kurz durch Internet. Ara. റിസർവോയറിലെ സൈറ്റ് സീയിങ് ഒക്കെ കണ്ട് നമ്മൾ വീണ്ടും വണ്ടിയിൽ കയറി കുറച്ചും കൂടി പോകുമ്പോഴാണ് നമ്മളുടെ അടുത്ത സ്ഥലമായ അനാനൂറി കാസിൽ. അനാനൂറി കാസിൽ ആക്ച്വലി ഒരു അനാനൂറി കാസിൽ കോംപ്ലക്സ് ആണ്. അവിടെ ഒരു കാസിലുണ്ട്, പള്ളിയുണ്ട്, കൂടാതെ ഒരു ഫോർട്ടുണ്ട്. അറാഗ്വി പുഴ, അതായത് നമ്മൾ നേരത്തെ കണ്ട റിസർവോയറിലോട്ട് ഒഴുകി വരുന്ന പുഴയുടെ ഒരു കരയിലാണ് ഈ അനാനൂറി കാസിൽ സ്ഥാപിച്ചിരിക്കുന്നത്. നൂറി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഉള്ള അന എന്ന് പറയുന്നൊരു യുവതി ശത്രുക്കൾ ഈ കാസിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ചപ്പോൾ അവർക്ക് ഉള്ള രഹസ്യമാർഗം പറഞ്ഞു കൊടുക്കാതെ അതിൻ്റെ പേരിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. ആ ധീര വനിതയുടെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ കാസിലിന് അനാനൂറി കാസിൽ എന്ന് പേരിട്ടത്. ഇത് ആദ്യം ശത്രുക്കളെ രക്ഷിക്കാനുള്ളൊരു കോട്ടയായിട്ട് പണിയുകയും പിന്നീട് അറാഗ്വി പ്രഭുവിൻ്റെ വീടായി മാറ്റുകയും ചെയ്തതാണ്. ഈ കാസിലിനകത്ത് അവർക്ക് വേണ്ട സംവിധാനങ്ങളെല്ലാം ഉണ്ട്. അവർക്ക് താമസിക്കാനുള്ള ഇടം, അതേപോലെ തന്നെ ഒരു ജോർജിയൻ പള്ളി, കൂടാതെ അവരുടെ ആയുധപ്പുരകൾ, പല കാര്യങ്ങളും പണ്ട് ഉണ്ടായിരുന്നു. ഇന്നിതൊരു ചരിത്ര സ്മാരകമായിട്ട് സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ഒരു ഫിനിഷിങ്ങിൽ തന്നെ നിർത്തിയിട്ടുണ്ട്. സംരക്ഷിക്കപ്പെട്ടിട്ടുള്ള ഒരു കാസിലാണ്. സാധാരണ കാസുകളിൽ അത്രയും നാശനഷ്ടങ്ങൾ ഇതിന് സംഭവിച്ചിട്ടില്ല. കാസിനകത്തുള്ള ദേവാലയത്തിലേക്ക് നടന്നു. സ്ഥിരമായിട്ട് ആരാധന നടക്കാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. തല മൂടണം എന്നുള്ള റെസ്ട്രിക്ഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ക്യാമറയ്ക്കും റെസ്ട്രിക്ഷൻ ഇല്ല, നമുക്ക് ഷൂട്ട് ചെയ്യാം. പതിവ് ജോർജിയൻ പള്ളികളുടെ മാതൃകയിൽ തന്നെ ധാരാളം ചുവർ ചിത്രങ്ങളും വിശുദ്ധരുടെയും മറ്റു ഫോട്ടോഗ്രാഫുകളും ഒക്കെ ആയിട്ടുള്ളൊരു പള്ളിയാണ്. നമ്മുടെ ഓർത്തഡോക്സ് പാരമ്പര്യത്തിൽ തന്നെയുള്ള പള്ളിയാണ്. ഇവിടെയും മദ്ബഹ വിരിയിടുന്നതിന് പകരം കട്ടിയുള്ളൊരു പാളി കൊണ്ട് മറിച്ചിട്ടുണ്ട്. സെൻറ്റ് ജോർജാണ് ഇവരുടെ പ്രധാന പുണ്യാളൻ. ജോർജിയ അല്ലേ സ്ഥലം. തൂണുകളിലൊക്കെ നല്ല മനോഹരമായ ചിത്രങ്ങളും അപ്പസ്തലന്മാരുടെയും വിശുദ്ധരുടെ പടങ്ങളെല്ലാം നിറച്ചു വെച്ചിട്ടുണ്ട്. വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇങ്ങനത്തെ പള്ളികളിൽ ഇങ്ങനെ ഒരു കസേര ഉണ്ടാവും. ഒരു പാർത്രിയാക്കീസ് വരുമ്പോൾ ഇരിക്കാനുള്ള കസേരയാണ്. വീണ്ടും നമ്മൾ കാസിലിൻ്റെ മറ്റു വശങ്ങളിലേക്കെല്ലാം നടന്നു. കാസിലൊക്കെ 1-2 റൗണ്ട് ചുറ്റി കറങ്ങി കണ്ടു. അകത്തുനിന്ന് പുറത്തേക്ക് കാണാവുന്ന, എന്നാൽ പുറത്തുനിന്ന് അകത്തേക്ക് കിടക്കാൻ പറ്റാത്ത ചില സീക്രട്ട് ഹോളുകൾ എല്ലാം ഈ കോട്ടയിൽ പണിത് വെച്ചിട്ടുണ്ട്. കാസിലിന് ചുറ്റുമുള്ള ചുറ്റുമതിലാണ്. എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലെയും പോലെ ഇവിടെയും ഫോട്ടോഷൂട്ട് തന്നെ പ്രധാനമായിട്ടും. നമ്മുടെ ഇവിടെയുള്ള ലേഡീസൊക്കെ നിന്ന് നമ്മളെ കൊണ്ട് ഫോട്ടോയൊക്കെ ധാരാളമായിട്ട് എടുപ്പിക്കുന്നുണ്ട്. കാസിലിൻ്റെ പുറത്ത്
അറാഗ്വി പുഴയ്ക്ക് കുറുകെ വലിയൊരു പാലമുണ്ട്. കുട്ടികൾക്കായിട്ട് ചെറിയ ചില കുതിര സവാരിയും ഒക്കെ തരപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ കാസിലിനോട് വിട പറഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര തുടർന്നു. അകലെയായിട്ട് മഞ്ഞൂരിയ ഗുദാവുരി മലയൊക്കെ കാണാം. പിന്നെ ഞങ്ങൾ ചെന്നത് ഒരു തേൻ വിൽപ്പനക്കാരുടെ അടുത്താണ്. പലതരം തേനുകളൊക്കെ നിറച്ച് വഴിയരികിൽ തന്നെ വെച്ചിട്ടുണ്ട്. തേൻ വിൽപ്പനക്കാരി തൻ്റെ ഡെമോൺസ്ട്രേഷനൊക്കെ റെഡിയായി. ആൾക്കാരൊക്കെ ചുറ്റും കൂട്ടി നിർത്തി തേൻ്റെ ഗുണഗണങ്ങൾ, ഇത് കഴിച്ചാൽ എല്ലാ രോഗവും മാറും, എല്ലാത്തിനുള്ള ഒറ്റമൂലിയാണെന്നൊക്കെയുള്ള പ്രസംഗമൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും തേൻ പുരട്ടിയ സ്റ്റിക്കുകൾ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു. അപ്പം അതുപോലെ നമ്മുടെ ആൾക്കാർ കാര്യമായിട്ടൊന്നും മേടിച്ചൊന്നുമില്ല. സ്റ്റിക്കൊക്കെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അവരോടും ബൈ പറഞ്ഞ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.